നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുമോ സംശയമുണ്ട്. നമ്മൾ ആ യൂണിറ്റ് കണ്ടുപിടിച്ചതിൽ ചെറിയൊരു തെറ്റുണ്ടെന്ന് തോന്നുന്നു. ആ യൂണിറ്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കണ്ടുപിടിക്കാവേ. യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു I plus 2j plus 2k divided by modulus of 1 square plus 2 square plus 2 square equal to I plus 2j plus 2k divided by 3 വരും. അപ്പം 1/3i plus 2/3j plus 2/3k. അപ്പോൾ നമ്മുടെ യൂണിറ്റ് വെക്ടർ ഇങ്ങനെയാണ് വരുന്നത്. നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ 3/3 എന്നായിരുന്നു കൊടുത്തത്. 3/3 അല്ല, 2/3 ആണ്. 2/3k ആണ്. ഓക്കെ, അപ്പം അത് കറക്റ്റ് ആക്കിയല്ലോ. 3/3 അല്ല, 2/3k ആണ്. ഇനി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാം. ഡെൽ എഫ് ഡോട്ട് ഇപ്പോൾ ഡെൽ എഫ് എന്ന് പറയുമ്പോൾ -2i plus 2j plus 3k ഡോട്ട് ഇനി യൂണിറ്റ് വെക്ടർ 1/3i plus 1/3j 2/3j plus 2/3k. കറക്റ്റല്ലേ നമ്മളുടെ? അപ്പം ഇത് ഡോട്ട് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ സെയിം ആയിട്ടുള്ള ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിപ്പോവും. അപ്പം നമുക്ക് ഇവിടെ ഡോട്ട് ചെയ്യേണ്ട സെയിം ആയിട്ടുള്ള ഡോട്ട് ചെയ്താൽ പോരെ. അപ്പം ഇതും ഡോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ജെയും ഡോട്ട് ചെയ്യുക, അതുപോലെ തന്നെ കെയും ഡോട്ട് ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോട്ട് ചെയ്താൽ 0 ആയിപ്പോവും. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. 0 ആയി പോകുന്ന പിന്നെ മൊത്തം 0 ആയിപ്പോവും, പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ 1 വരുന്നതെല്ലാം ഡോട്ട് ചെയ്യുക. 1 വരുന്നതെന്ന് പറയുമ്പോൾ സെയിം ആയിട്ടുള്ള ഡോട്ട് ചെയ്യുക. I ഡോട്ട് I ചെയ്താൽ 1 വരും, J ഡോട്ട് J ചെയ്താൽ 1 വരും, K ഡോട്ട് K ചെയ്താലും അതുപോലെ 1 വരും. അപ്പം ആദ്യത്തെ നമ്മൾ I ഡോട്ട് I ചെയ്യാൻ പോകും. അപ്പം -2 ഡോട്ട് -2i ഡോട്ട് 1/3 -2i ഡോട്ട് 1/3i പ്ലസ് 2j ഡോട്ട് 2/3j പ്ലസ് 3k ഡോട്ട് 2/3k. അപ്പോൾ ഇത് ഡോട്ട് ചെയ്താൽ നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ i ഡോട്ട് ചെയ്താൽ 1 ആയിപ്പോൾ ബാക്കി മിച്ചമുള്ളത് 2/3 പ്ലസ് ബാക്കി നമ്മൾ സാധാരണ ഇൻറ്റു ചെയ്യുന്ന പോലെ അങ്ങ് ഇൻറ്റു ചെയ്ത് പോയാൽ മതി. അപ്പം J ഡോട്ട് J എന്ന് പറയുമ്പോൾ 1 ആവും, ബാക്കി 4/3 പ്ലസ് ഇനിയും 3 × 2/3. K ഡോട്ട് K 1 ആവും, അത് കഴിഞ്ഞാൽ 3 × 2/3. 3 × 2/3 എന്ന് പറയുമ്പോൾ 3 × 3 ക്യാൻസൽ ആവും, ബാക്കി 2 വരും. അപ്പം ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ ഇനി ഇത് സാധാരണ ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ ഈ ഫ്രാക്ഷൻ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങ് പ്ലസ് ചെയ്യാൻ പറ്റും. ഇവിടെ 3 അല്ല കേട്ടോ, 6 ആണ്. അതുപോലെ തന്നെ ഇവിടെ അപ്പം ഇവിടെ 6 × 3 വരുമ്പോൾ ഈ 3യും 6ഉം ക്യാൻസൽ ആയിട്ട് 2 ആവും. അപ്പോൾ 2 × 2 4 വരും. അപ്പം ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. 2 ആണോ -2 ആണോ? 2. അപ്പോൾ ഫൈനൽ ആൻസർ 2 ആണ് വരുന്നത്.
ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്കായിട്ട് ഇടുന്നതായിരിക്കും. എന്നിട്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫൈനൽ ക്ലാസ്സിൽ ഞാൻ ഹോംവർക്ക് എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.